സാറിന്റെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 2552 ദിവസം പിന്നിടുമ്പോൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേക കുടുംബാംഗങ്ങൾ നമ്മോട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തിരുവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കയും ഞാൻ നിന്നെ താങ്ങുവേ. ഒരുപക്ഷെ പ്രയാസത്തിലും കഷ്ടത്തിലും ദുരിതത്തിലും രോഗത്തിലും സാമ്പത്തിക ഞെരുക്കത്തിലും ഒക്കെ ആണെങ്കിലും ഭയപ്പെടേണ്ട നമ്മളോട് അരുളി ചെയ്ത കർത്താവ്, ഞാൻ എന്റെ കരത്തിൽ നിന്നെ താങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളോട് കരുണയുള്ള ഞങ്ങളുടെ കർത്താവെ, അങ്ങയുടെ പൊന്നുനാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ അങ്ങയോട് ചേർന്ന് അത് ആരംഭിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം ഒരുക്കിയല്ലോ. ലോകത്തിന്റെ ഏത് കോണിൽ പാർക്കുന്ന ആരും കർത്താവെ ഈ പ്രഭാതത്തിൽ കർത്താവിനാൽ സ്പർശനം ഏൽക്കട്ടെ കർത്താവെ. ഓരോരുത്തർക്ക് കർത്താവെ അങ്ങയുടെ സഹായം ആവശ്യമാണല്ലോ കർത്താവെ. അങ്ങ് അവരെ ഈ ദിവസം സഹായിക്കുന്നവർക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. രോഗങ്ങളോട് കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. അങ്ങയുടെ സൗഖ്യദായ ശക്തി ഉടൻ പുറപ്പെടുന്ന അങ്ങയുടെ സൗഖ്യദായ ശക്തിയാൽ അവരെ 100% സൗഖ്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാനസികമായി വ്യതയിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. കർത്താവ് അവരെ ആശ്വസിപ്പിക്കണം. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനത്താൽ അവരെ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക വിഷയങ്ങൾ തളർന്നിരിക്കുന്നവരുണ്ട് കർത്താവെ. അങ്ങ് അവരെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം കർത്താവെ. ഈ ദിവസങ്ങൾ കർത്താവിനെ സ്പർശിച്ചു എന്ന് പറയുവാൻ തക്കണം അങ്ങ് കർത്താവെ ഓരോരുത്തരെയും തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരൊരു അനുഗ്രഹമായി മാറുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പങ്കെടുക്കാൻ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. നമ്മുടെ ഇവിടെ വളരെ സീരിയസ് ആയ വിഷയങ്ങളൊക്കെ വരുമ്പോഴും പ്രിയങ്കേരള കുടുംബാംഗങ്ങളുടെ അകത്തുള്ള ഉറപ്പും വിശ്വാസം യേശു കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുക. ആ ഉറപ്പോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, അവരുടെ വയറ്റിൽ 3 മുഴയുണ്ട്, സർജറി ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ്. പ്രിയങ്കേരള കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ ആ മുഴ അവിടെ ഇല്ല. കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി. തകശായി പറഞ്ഞ പോലെ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും സ്വർഗീയ പിതാവിൽ നിന്ന് മറുപടിയുണ്ട്. 10 വർഷമായിട്ട് ഷുഗർ, BP, കൊളസ്ട്രോൾ എല്ലാ രോഗങ്ങളാലും ഭാരപ്പെടുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു സാക്ഷ്യമാണ്. ഈ സഹോദരൻ പ്രിയങ്കേരളോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് യേശു എല്ലാ രോഗത്തിൽ നിന്നും സൗഖ്യം കൊടുത്തു. ഇപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും നോർമൽ ആകുന്നു. കോട്ടയത്ത് വാഴു എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞു, അവരുടെ അടുത്തുള്ള സഹോദരിക്ക് പനി കൂടി സീരിയസ് ആയിട്ട് ഐസിയുലാണ്, പ്രാർത്ഥിക്കുന്നു പറഞ്ഞായിരുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ പ്രയാസങ്ങളെല്ലാം കർത്താവ് മാറ്റി പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. 20/2/2020 നമുക്ക് ലഭിച്ച ഒരു സാക്ഷ്യമാണിത്. മരുമകൾക്ക് ഡെങ്കിപ്പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ സമയത്ത് ഈ അമ്മായിമ്മ ചെയ്തത് പ്രിയങ്കേരളോട് ചേർന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം മകൾക്ക് ലഭിച്ചു. ഇത് വന്നിട്ട് അനീഷ് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ വാട്സപ്പിൽ അറിയിച്ചത്, കസിൻ വന്നിട്ട് ആക്സിഡന്റ് പറ്റി അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലാണ്, പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ പ്രയാസങ്ങളെല്ലാം മാറ്റി ഇന്ന് വീട്ടിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. മറ്റൊരു സാക്ഷ്യം വാട്സാപ്പിലൂടെ ലഭിച്ചതാണ്. പിതാവിന് കാർഡിയാക് സംബന്ധമായ ചില വിഷയങ്ങളോട് കടന്നുപോയായിരുന്നു. സർജറി വേണമെന്ന് ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സമയത്ത് സഹോദരങ്ങളോട് ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് സർജറി കൂടാതെ പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അനേക രോഗത്തിന്റെ അവസ്ഥയിലുണ്ട്, ഭവനത്തിലായിരിക്കുന്നു, ഹോസ്പിറ്റലായിരിക്കുന്നു, ഐസിയുലായിരിക്കുന്നു, വെന്റിലേറ്ററിലായിരിക്കുന്നു, കീമോ ചെയ്യുന്നുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, പല പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏത് പ്രയാസമാണെങ്കിലും ആ വിഷയങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഓരോ കുടുംബാംഗങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഓരോരുത്തരെയും തൊട്ട് സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, വചനം വായിക്കുന്ന പോലെ അങ്ങയുടെ അടിപ്പിടരാൽ സൗഖ്യം വന്നു
കഴിഞ്ഞു എന്ന് പറയുന്നല്ലോ കർത്താവെ. ആ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് വാക്ക് മാറാത്തവനാണല്ലോ, അങ്ങ് വാഗ്ദത്തങ്ങൾ വിശ്വസനാണല്ലോ. അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യം ഓരോരുത്തരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗികൾ ഇന്ന് സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് സൃഷ്ടാവാണല്ലോ, പുതിയ അവയവങ്ങളെ അങ്ങ് സൃഷ്ടിക്കണം കർത്താവെ. കേടുവന്നുള്ളതിനെ അങ്ങ് കേടുപോക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉദര സംബന്ധമായ രോഗത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, അങ്ങ് അവരെ തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസം കിട്ടുവാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ, അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അവരെ സ്പർശിക്കണം, അവർ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വലിയ രോഗമാണേലും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഓരോരുത്തരും ഇപ്പോൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അലർജി രോഗങ്ങളെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വർഷങ്ങളായിട്ടുള്ള ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച രോഗങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവ് അവരെ തൊട്ട് സ്പർശിച്ച് കർത്താവ് അങ്ങയിൽ നിന്നുള്ള ശക്തി അവർ അനുഭവിച്ച് അവർ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് മാറ്റമില്ലാത്തത്, ഉറപ്പ് നൽകുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാ. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ്. മഹാമാരി വരാതെ സൂക്ഷിക്കുന്നത് ഇതേ കർത്താവ് തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ അവിടുന്ന് സൗഖ്യം നൽകുന്നതും ഈ യേശു തന്നെയാണ്. ലിസി തമ്പി അറിയിക്കുന്ന കോവിഡ് വന്ന ICUവിൽ വളരെ സീരിയസ് സ്റ്റേജിൽ ഓക്സിജൻ ലഭ്യമല്ലാതെ ശരീരത്തിൻ്റെ അളവിൽ വളരെ കുറഞ്ഞു, ന്യൂമോണിയ വളരെ കൂടുതലായിട്ടായിരിക്കുന്ന വിവരം അനിയൻ കുഞ്ഞ് തിരുവല്ലയിൽ നിന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഇതുപോലെ വിഷമിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. കോവിഡ് ശരീരത്തിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ട്, പക്ഷേ അവർക്ക് മറ്റ് സിംറ്റംസ് ഒന്നുമില്ലാതെയും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതോടൊപ്പം തന്നെ വളരെയധികമായി വിഷമത്തിലൂടെ രോഗത്തെക്കാൾ കൂടുതൽ ഭയം നിമിത്തം വളരെ വിഷമിച്ച് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്നലെ ഞാൻ കണ്ട ഒരു ഡോക്യുമെൻ്ററിയിൽ 130 രാജ്യങ്ങളിൽ ഇതുവരെയും ഒരു തുള്ളി വാക്സിൻ പോലും എത്തിയിട്ടുമില്ല. അപ്പോൾ തന്നെ കുറേ രാജ്യങ്ങളിൽ അത് എത്തിക്കൊണ്ടുമിരിക്കുന്നു. നമുക്കിന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിക്കാം. സകലത്തെയും നിയന്ത്രിക്കുന്ന അത്യുന്നതനായ ദൈവം ഈ രോഗികൾക്ക് സൗഖ്യം നൽകണം. തങ്കച്ചായ, എത്ര അധികം കോവിഡ് രോഗികളുടെ സൗഖ്യത്തിൻ്റെ വിവരങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അനേക സമ്പർദ്ദം ഇവിടെ വിളിച്ചു പറയുന്നത് എന്ന് വെച്ചാൽ കൊറോണ വന്നിട്ട് ICUലായിരുന്നു, വെന്റിലേറ്റർ ആയിരുന്നു, പ്രതീക്ഷ നശിച്ചു, കൂടെയുള്ളവർ മരിച്ചു. പക്ഷേ ഞങ്ങൾ പ്രിയങ്കരെ വിളിച്ചു പറഞ്ഞു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. 78 വയസ്സുള്ള ഒരു പിതാവ് കോവിഡ് വളരെ വർദ്ധിച്ച് വെന്റിലേറ്ററിൻ്റെ സഹായത്തിലൊക്കെ ആയി ആശ നഷ്ടപ്പെട്ട വേളയിലാണ് പ്രിയങ്കരെ ചേർന്ന് പ്രാർത്ഥിച്ചത്. സൗഖ്യത്തോടെ ആയിരിക്കുന്നു പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇത് ന്യൂമോണിയ കൂടിയിട്ട് ലങ്സ്, കിഡ്നി എല്ലാം ഷട്ട് ഡൗൺ ആകുന്ന സിറ്റുവേഷനിൽ എത്തിച്ചേർന്നപ്പോഴാണ് പ്രിയങ്കരെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ, അപ്പോൾ അദ്ദേഹം വെന്റിലേറ്ററിലാണ്, അവർക്ക് ആശുപത്രിയിൽ ആരോ അവർക്ക് പറഞ്ഞു കൊടുത്തു, പ്രിയങ്കരയിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്. രോഗം വരാതെ നമ്മെ സൂക്ഷിക്കുന്നത് അതേ കർത്താവ് തന്നെയാണ്. നമ്മെ രോഗത്തിലൂടെയും സംരക്ഷണം നൽകുന്നത്. പരിപൂർണമായ സൗഖ്യത്തോടെ അദ്ദേഹമായിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മൾ കോവിഡൊക്കെ വന്ന് മുതിർന്നവർക്ക് പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളൊരു വർത്തമാനം പരക്കെ ഉണ്ട്. അതേ തുടർന്ന് ഇന്നലെയൊക്കെ സംസാരിക്കും, ഇന്നലെയും പിന്നെ ഞാൻ ഫോണിൽ സംസാരിക്കുന്ന പല പ്രിയപ്പെട്ടവരും, ബ്രദറെ ഒരു 60 വയസ്സായി 50 വയസ്സായി, ഞങ്ങൾക്കിനി ഒരു ദിവസം കൂടെങ്കിലും ജീവനുണ്ടോ, ജീവിച്ചിരിക്കാൻ പറ്റുമോ, ഞങ്ങളുടെ അവകാശം പോലും നഷ്ടപ്പെട്ടു എന്ന്, പ്രായമായി പോയി എന്ന കാരണം കൊണ്ട് ജീവിച്ചിരിക്കാൻ അവകാശം നഷ്ടപ്പെട്ടു എന്ന് പോലും ചിന്തിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇത് 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ന്യൂമോണിയ വളരെ കൂടി വെന്റിലേറ്ററിലായിരുന്നു. ജനുവരി മുതൽ മെയ് മാസം വരെ ഈ കുഞ്ഞ് വെന്റിലേറ്ററിലാണ്.
ചിന്തിച്ചു നോക്കി, ഒരു കുഞ്ഞിൻ്റെ ജനുവരി മുതൽ മെയ് മാസം വരെ വെന്റിലേറ്ററിലായി ഹോസ്പിറ്റലായിരിക്കുന്നു. ഈ അന്നേരം അവർക്ക് പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ടെന്ന് അറിവ് ലഭിച്ചു. പ്രേംകളയിലേക്ക് ആ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു. ഇപ്പോൾ 200-ൽ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ ലഭ്യമാകും 200-ൽ അവസാനിക്കുന്ന നമ്പറിലേക്ക് ഇവർ തിരിച്ചു വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പരിപൂർണമായ സൗഖ്യത്തോടെ ആ കുഞ്ഞായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. രോഗികൾ, പ്രായഭേദമന്യേ, കോവിഡ് നിമിത്തവും അല്ലാതെയും വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോയി കമോൺ, ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഐക്യമെത്തിയപ്പെട്ടാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അതിന് മറുപടി നൽകും. അതായത് ആ വാക്യത്തിൻ്റെ അർത്ഥം, ഒരു മനസ്സോടെ ഭൂമിയിൽ ആരെങ്കിലും ഒന്നിലധികം ആളുകൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ യേശു എത്ര നല്ലവൻ. ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ നമുക്ക് പോയെന്ന് വരാം, അവിടെ നമ്മെ സംരക്ഷിക്കുവാൻ യേശു മതിയായവനാണ്. ഈ സന്ദർഭത്തിൽ ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും ഒരു വ്യക്തി ICUവിലോ CC യൂണിറ്റിലോ നാറ്റൽ ക്ലിനിക്കിലോ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലായിരിക്കും. പലരുടെ വീടുകളിൽ തന്നെ ഇപ്പോൾ വെന്റിലേറ്ററും ഓക്സിജൻ സംവിധാനങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുക. മറ്റൊത്തിരി സൗകര്യങ്ങൾ വീട്ടിൽ തന്നെ ക്രമപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആശുപത്രിയിൽ ഓഫീസിലായ പല പ്രിയപ്പെട്ടവർ ഇപ്പോൾ സിംഗപ്പൂർ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മളെക്കാൾ അവർ മുൻപില്ല. അപ്പോൾ അവർക്ക് 8:30 കഴിഞ്ഞ സമയത്ത് ഇത് ഇപ്പോൾ അവരായിരിക്കും 8 മണിയെങ്കിലും കഴിഞ്ഞ് കാണും. ഈ സന്ദർഭത്തിൽ അവർ നമ്മുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ അവരും നമ്മളെക്കാൾ മുൻപില്ല. പാപ്പുവ ന്യൂഗിനിയിൽ നിന്നൊക്കെ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നവരുണ്ട്. ഒരു 4-5 മണിക്കൂറെങ്കിലും അവർ നമ്മളെക്കാൾ മുൻപിലായ പ്രിയപ്പെട്ടവരുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇംഗ്ലണ്ടിൽ നമ്മളെക്കാൾ 5 മണിക്കൂറോളം പുറകില്ല. അമേരിക്കയിൽ ഈ സന്ദർഭത്തിൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ അവർ വൈകിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. സോ ഏത് സമയത്തിൻ്റെ മേഖലയിലാണ് നമ്മളായിരിക്കുന്നെങ്കിൽ, വാട്ട് എവർ ബി the time zone that we are living in, God is the same for everyone in the world. And Bible says God is our refuge and our strength, a very present help in our trouble, in your trouble, in my troubles. എൻ്റെ വിഷമത്തിൽ ദൈവം നമ്മുടെ സങ്കേതമാണ്, ഉറപ്പുള്ള ഗോപുരമാണ്. തകച്ചാൻ്റെ വിഷമത്തിലും ദൈവം തന്നെ ഉറപ്പുള്ള സങ്കേതമാണ്. ആശുപത്രിയിലാണെങ്കിലും വെന്റിലേറ്ററിലാണെങ്കിലും അല്ല, വിശ്രമത്തിനായിട്ടായിരിക്കുന്നു എങ്കിലും ഭവനത്തിലായിരിക്കുന്നെങ്കിലും ഇന്ന് രോഗികളുടെ സൗഖ്യത്തിനായി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് സൗഖ്യമാക്കിയില്ല. തീർച്ചയായിട്ടും കർത്താവ് സൗഖ്യമാക്കും. സാമ്പത്തിക ഒരു സാക്ഷ്യം ഇതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പിതാവിന്റെ മകൻ വന്നിട്ട് വിളിച്ചു പറഞ്ഞത്, എൻ്റെ പിതാവ് വന്നിട്ട് മസ്കറ്റിലാണ്, തൊണ്ടവേദനയും പനിയുമാണ്, ശരീരവേദനയുണ്ട്, വളരെ പ്രയാസമാണ്. അപ്പോൾ തന്നെ ഫ്ലാറ്റിൽ അടുത്ത വീട്ടിലുള്ള ആ കുഞ്ഞിന് വന്നിട്ട് കൊറോണ പോസിറ്റീവാണ്, വളരെ പ്രയാസത്തോടെ കടന്നു വന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് പിതാവിന്റെ പ്രയാസങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റിയെന്ന് മാത്രമല്ല, അടുത്ത വീട്ടിലെ കുഞ്ഞിന്റെ ആ കൊറോണ രോഗം നെഗറ്റീവായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇത് ആന്റിക്ക് ഹോസ്പിറ്റലായിരുന്നു, വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന വേളയിൽ പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചത്. കർത്താവ് കൊടുത്ത സൗഖ്യം നോക്കി 30/10/2020 അവർ അറിയിച്ചിരിക്കുന്നത് സമ്പൂർണ്ണമായ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. 15 ദിവസം പ്രായമായ ഒരു കുഞ്ഞിന് ഹാർട്ടിന് വലിയ പ്രയാസത്തോടു കൂടിയാണ് അത് ജനിച്ചത്. അപ്പോൾ ഉടൻ തന്നെ ഹാർട്ടിന് സർജറി വന്നു. ആ കൊച്ചിൻ്റെ സ്ഥിതി വളരെ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിലേക്ക് മാറിയപ്പോൾ വെന്റിലേറ്ററും അവർക്കുള്ളതായ ആധുനിക സംവിധാനങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ അവർ ഉപയോഗിക്കുമ്പോഴാണ് ആശുപത്രിയിൽ ആശ നഷ്ടപ്പെട്ട് വിഷമത്തോടെ ആയിരിക്കുന്ന തങ്കച്ചായ 15 ദിവസമേ ഈ കുഞ്ഞിന് പ്രായമുള്ളൂ എന്ന് ഓർക്കണം. അതിൻ്റെ ആ ഗൗരവം നമ്മൾ ഓർക്കണം. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കുഞ്ഞുങ്ങളുള്ളപ്പോൾ അതിന് ആദ്യത്തെ ആ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് കാണാൻ നമുക്ക് വളരെ പാടാം. ആ ഒരു വളരെ ഏർലി ടെൻഡർ ടൈമിൽ ഈ ഒരു കുഞ്ഞിങ്ങനെ കടന്നു പോകുമ്പോൾ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആ സംഘർഷം, ആ വേദന, ഏതെല്ലാം ഡോക്ടർ എത്ര പ്രഗത്ഭനാണത് ചെയ്തതെങ്കിലും ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആ തീ, അതിനെ കൈകാര്യം ചെയ്യുവാൻ ലോകത്തിലൊരു സംവിധാനം ഇല്ലാതിരിക്കുമ്പോൾ ആശുപത്രിയിൽ വെച്ച അവരോട് ആരോ അറിയിച്ചു കൊടുത്തു, പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. ഈ പകൽ ഞങ്ങളോടൊപ്പം ഉറക്കം വിളിച്ചു പറ, പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. തങ്കച്ചാന് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. മുഴുവൻ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. ഇന്ന് നമ്മൾ ഇപ്പോൾ ഏതെല്ലാം രാജ്യത്തിലായിരിക്കുന്നു ആ രാജ്യങ്ങളെ നോക്കിക്കൊണ്ടെന്ന് വിളിച്ചു പറഞ്ഞ്, എൻ്റെ ഈ രാജ്യത്തിന് വേണ്ടി, അമേരിക്കയിലായിരിക്കുന്നവർ വിളിച്ചു പറ, അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. കാനഡയിലായിരിക്കുന്നവരുണ്ട്, ഉറക്കം വിളിച്ചു പറ,
കാനഡയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശു. സൗദിയിലായിരിക്കുന്നവരുണ്ട്, സൗദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുണ്ട്. ഈജിപ്തിൽ നിന്ന്, ഇസ്രയേലിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. തങ്കച്ചായ സൈബീരിയയിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ പങ്കെടുക്കുന്നവരുണ്ട്. UN വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഡോക്ടേഴ്സ്, മറ്റ് ടീം അംഗങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അവർ പലരോട് ഞാൻ ഫോണിലും ടെക്സ്റ്റ് മെസ്സേജിലൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അവരെയൊക്കെ ദൈവത്തിന്റെ പരിപാലനത്തിലായിരിക്കട്ടെ. അവർ നീട്ടുന്ന കരം യേശുവിന്റെ കരമായി മാറട്ടെ. ആ ഡോക്ടറിന്റെ പകൽ ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ ആ രോഗി സൗഖ്യമാകട്ടെ. ആ നേഴ്സ് ഒരു രോഗിയുടെ അടുത്ത് വരുമ്പോൾ അവർ സൗഖ്യമാകട്ടെ. നമ്മൾ ഒന്നിച്ച് രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളോട് കരുണയുള്ള സ്വർഗീയ പിതാവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായിരുന്നുകൊണ്ട് ഞങ്ങൾ ഒരുമനപ്പെട്ട് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും പിതാവേ അങ്ങയിൽ നിന്ന് മറുപടി ഉണ്ടല്ലോ. അവിടുന്ന് ഞങ്ങളുടെ സങ്കേതമാവുന്നുവല്ലോ, അവിടുന്ന് ഞങ്ങളുടെ ബലമാവുന്നുവല്ലോ, അവിടുന്ന് ഞങ്ങൾ ഏറ്റവും അടുത്ത തുണയാവുന്നുവല്ലോ. അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഓരോ രോഗികളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന് കീഴിലുള്ള ഓരോ പുരുഷനെയും ഓരോ സ്ത്രീയെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്ന പോലെ കർത്താവേ, അവിടുന്ന് ഞങ്ങൾ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നല്ലോ. ഞങ്ങളുടെ സമാധാനത്തിനുള്ള ശിക്ഷ അങ്ങയുടെ മേലായല്ലോ. അങ്ങയുടെ അടിപ്പിടരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. കർത്താവെ, അങ്ങ് തികച്ചെടുത്ത ആ സൗഖ്യത്തെ ശിരസ് മുതൽ പാദം വരെ ഓരോ വ്യക്തിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ക്യാൻസറിന്റെ വിവിധ സ്റ്റേജുകളെ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും സൗഖ്യമായി തീരട്ടെ. പ്രത്യേകിച്ച് കോവിഡിൻ്റെതായിട്ടുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് കർത്താവെ, ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരിൽ ആശ്ചര്യമായി തീർന്നു എന്ന് പറയുവാൻ നോക്കണം. കർത്താവെ, അങ്ങയുടെ പൂർണ്ണ സൗഖ്യം ഓരോ വ്യക്തികളിലേക്കും അവരുടെ ശരീരമണ്ഡലങ്ങളിലേക്ക് മാനസിക മണ്ഡലങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ സൗഖ്യമാക്കിയതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 6:15 രാവിലെ നമ്മൾ ചെയ്യുന്നത് വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി, വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് എല്ലാ മാസവും രണ്ടാമത്തെ ആഴ്ചയിൽ രാവിലെ 6 തൊട്ട് 7 വരെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹാർവസ്റ്റ് ടിവിയിലൂടെ തന്നെ നമുക്ക് 11 തൊട്ട് 12 വരെയുള്ള സമയത്ത് ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഈ ലോക ചരിത്രത്തിൽ ടെലിവിഷൻ മേഖലയിൽ ഉപവാസ പ്രാർത്ഥന ആദ്യം കർത്താവ് മനുഷ്യർക്ക് നൽകിയത് പ്രേയിങ് കേരള എന്ന താങ്കളുടെ ഈ കുടുംബത്തിൽ നിന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിലേക്ക് കർത്താവ് അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകിയത്. ഇന്ന് അനേക പ്രിയപ്പെട്ടവർ മറ്റ് ഭാഷകളിൽ പോലും ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നുകൂടിയാണ് അതെന്നും തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. നമുക്കൊന്നിച്ച് ഇപ്പോൾ 329 പേര് യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥനയിൽ പല രാജ്യങ്ങളിൽ ആയിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം അറിയിച്ചത് ഇങ്ങനെയാണ്. ഇവരുടെ മകള്, ഇവർ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഇവരുടെ മകള് ബിലോ ആവറേജാണ്. ഇവർ തിരുവല്ലയിൽ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ സന്ദർഭത്തിൽ മക്കളെ 3 പേരെയും കൊണ്ട് ഈ അമ്മ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റും ഒക്കെ നമ്മുടെ പക്കൽ ഇവിടെ ഉണ്ട് താനും. എന്താ സംഭവിക്കുന്നത്, ഈ ഇളയ കുട്ടിയും അവൾക്ക് മെഡിസിന് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ബട്ട് ഷീ ഈസ് ബിലോ ആവറേജ്. അവൾ ബിലോ ആവറേജ് ആയൊരു കുട്ടി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു വിഷമം
ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ സഹായിക്കുന്ന ദൈവമുണ്ട്, ജ്ഞാനം നൽകുന്നത് ദൈവമാണ് എന്ന് അവർ യെശയ്യാ പ്രവചനം 11:2 നിന്ന് മനസ്സിലാക്കി. കാരണം പ്രേയിങ് കേരളയിൽ അവർ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും പങ്കെടുക്കാൻ തുടങ്ങി. യെശയ്യാവ് 11:2 നമുക്കിപ്പോൾ തിരുവെടുത്ത സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അവന്റെ മേൽ, യഹോവയുടെ മേൽ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയിലും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പൊ അവിടെ ആ സ്ട്രീമിൽ മെഡിക്കൽ അഡ്മിഷൻ കിട്ടേണ്ടതിന് വേണ്ടിയുള്ള സ്ട്രീമിൽ കയറി പറ്റുവാൻ ഈ കൊച്ചിന് ഒരു സാധ്യതയും ഇല്ലാതെ വിഷമിക്കുന്ന വേളയില്ല. അവർ മനസ്സിലാക്കി ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. യെശയ്യാ 11 എഴുതിയിരിക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടി കൂടിയാണ്. ഈ അമ്മ ചെയ്തത് പ്രേങ്കലിൻ്റെ കുടുംബയോഗത്തിൽ അന്ന് വരാൻ സന്ദർഭം കിട്ടിയപ്പോൾ അവർ വന്ന് പ്രാർത്ഥിച്ചും കുഞ്ഞുങ്ങളെയുമായിട്ട് വന്നു. അപ്പോൾ തന്നെ ആ സമയത്ത് നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ അവരുടെ പ്രാർത്ഥന വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്ത് കേൾക്കണോ തങ്ങച്ച, ഇത് +2 പഠിക്കുന്ന സമയത്തു തന്നെ അതിന് മെഡിസിൻ അഡ്മിഷൻ കിട്ടി. ഒരു നയാ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടല്ല, ഒരു വാക്ക് കൊണ്ട്, സ്വാധീനം കൊണ്ടല്ല, ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ മകൾക്ക് കിട്ടിയതുപോലൊരു അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. നമുക്ക് പരിമിതിയുണ്ട്, പരിമിതിയില്ലാത്ത യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോൾ ആ മകൾ മെഡിസിൻ, എനിക്ക് തോന്നുന്നു 3-ാമത്തെ വർഷത്തിലോ മറ്റോ ആ മകൾ പഠിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ് ഇപ്പോൾ ഒരു 12:30 രാവിലെ 12:30 ആയിക്കാണ് വെളുപ്പിന്. ഈ സന്ദർഭത്തിൽ ഏറ്റവും കുറഞ്ഞത് ആ മകളുടെ അമ്മയെങ്കിലും ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശു. അതോടൊപ്പം തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒരാളുടെ ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട്ടിൽ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കണം. അല്പം പ്രയാസം അവർക്കുണ്ട്. ഒരു വീട് അവർക്ക് ഇല്ല. എന്താണെങ്കിലും പ്രേങ്കലെ ചേർന്ന് പ്രാർത്ഥിച്ചു, ഒരു വീട് വാങ്ങി. അപ്പോൾ ഇനി നമുക്ക് എല്ലാ മാസവും വീടിന് ലോണ് അടച്ചു കൊടുക്കണം. തങ്ങച്ച കഴിഞ്ഞ എനിക്കൊന്ന് 2 മാസം മുമ്പ് ഈ മാതാവ് ഫോണിൽ വന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വേളയിൽ ഇവർ പറഞ്ഞ വാക്ക്, എപ്പോൾ മുതൽ പ്രേങ്കലെ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ ചെറിയ ഒരു തുക അവർ ശേഖരിച്ചു വെക്കും. അതിനുശേഷം അവരുടെ സൗകര്യം പോലെ പ്രേയിങ് കേരളയിലേക്ക് അത് എത്തിച്ചു കൊടുക്കും. തങ്കച്ചായ അവർ പറഞ്ഞത് 15 വർഷം കൊണ്ട് തീർക്കേണ്ട ലോൺ 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ ദൈവം അത്ഭുത വഴികൾ. കൂടെ ഉള്ളവർക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ ഈ സഹോദരിയെ വിളിച്ച് എക്സ്ട്രാ ജോലി, അഡീഷണൽ ജോലി ആ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുമായിരുന്നു. ദൈവം അത് ചെയ്യുവാനുള്ള ആരോഗ്യവും കൊടുത്തു. പ്രയോജനം, ആ ലഭിച്ച പണം കൊണ്ട് ലോൺ മുഴുവൻ ക്ലോസ് ചെയ്യുവാനിടയായി. യേശുവെ മാനിക്കുമ്പോൾ ദൈവം അവരെ മാനിക്കുന്നത് ഞാനത് അനുഭവിക്കുന്നു. തകച്ചാനത് അനുഭവിക്കുന്നു. നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് 1000 കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. ഈ മകൾക്കുള്ളതുപോലെ വിദേശത്ത് പോയി പഠിക്കണം, നല്ല ഉയർന്ന കോഴ്സുകൾ എടുക്കണം. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തികമായി പ്രയാസങ്ങൾ നേരിടുന്നു. അവരുടെ മാതാപിതാക്കൾക്ക് അത് കഴിയാതെ വിഷമിക്കുന്നുണ്ട്. മാതാപിതാക്കൾ കടവും ഒക്കെ വാങ്ങിയിട്ട് മക്കളെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അയച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ വലിയ തുകകൾ മുടക്കി 20 ലക്ഷം രൂപ 18 ലക്ഷം രൂപയൊക്കെ മുടക്കി MBAക്കും മറ്റും വലിയ കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എങ്ങും എത്താതെ വിഷമിക്കുന്നു. അവിടെ ചെന്നപ്പോൾ കൂട്ടുകൂടി മദ്യപിക്കുന്നു, മയക്കുമരുന്നുകൾക്ക് അടിമകളായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, വീട്ടിലേക്ക് വരുന്നില്ല. അനുഗ്രഹമായി തീർന്നു. കഴിഞ്ഞിടയ്ക്ക് എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മുമ്പോ ഉള്ളിലോ മറ്റോ ഈ മകൾ അവൾക്ക് കിട്ടിയതായ പോക്കറ്റ് മണി അത് ശേഖരിച്ച് വെച്ചിട്ട് ഈ മെഡിസിൻ അഡ്മിഷൻ കിട്ടിയ കുട്ടി അവൾ ചെയ്തത്, അവൾക്ക് കിട്ടിയത് ആ പണം കുട്ടികൾക്ക്, ഈ പ്രാർത്ഥന വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ പ്രേയിങ് കേരളയിലേക്ക് എത്തിച്ചിരുന്നു എന്ന് അമ്മ ഫോൺ ചെയ്തപ്പോൾ അറിയുവാനിടയായി. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകണം. ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവെ, മറ്റുള്ളവർക്കൂടെ ഒരു അനുഗ്രഹമായി തീരുവാൻ. നമ്മുടെ അറിവിൽ തന്നെ നമ്മുടെ തൊട്ട അയൽപ്പക്കത്തെ കുട്ടിക്ക് ചിലപ്പോൾ ആ ഫീസ് കൊടുക്കാൻ ഇല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. അല്ലേ തങ്കച്ചായ? വിളിച്ച് പറയുന്നുണ്ട്, ഫീസ് കൊടുക്കാൻ പൈസയില്ല, അതുപോലെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങിപ്പോരാൻ പൈസയില്ല, മക്കളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ മക്കളുടെ വിവാഹത്തിനും പൈസ ഇല്ലാതെ അനേകർ വിളിച്ച് പറയാറുണ്ട്. തീർച്ചയായിട്ടും യാക്കോബിന്റെ ലേഖനം ആ മുഴുവൻ അധ്യായങ്ങളും നമ്മെ
വ്യക്തമാക്കുന്നത് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച്. വിശ്വാസം മാത്രം പോരാ, അത് പ്രാവർത്തിക പദത്തിലേക്ക് വരണം. തങ്കച്ചാൻ ഒരു അത്യാവശ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് എനിക്കറിയാം, അദ്ദേഹത്തിന് എൻ്റെ നെയ്ബർ ആയിരിക്കും, ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന വ്യക്തി ആയിരിക്കത്തില്ല, പക്ഷെ അദ്ദേഹം ഒരു ആവശ്യത്തിലൂടെ പോകുന്നത്. അത് ഞാൻ അറിയുമ്പോൾ അദ്ദേഹത്തെ എന്നെക്കൊണ്ട് പറ്റുന്ന നിലയിൽ സഹായിക്കുവാൻ ദൈവ തിരുവെഴുത്ത് നമുക്ക് ഉറപ്പ് നൽകുന്നു. അത് നമ്മുടെ ജീവിത ശൈലിയായി തീരണമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരോട് അനുഗ്രഹിക്കപ്പെടേണ്ടത് തങ്കച്ചായ. തീർച്ചയായിട്ടും വേണം. പ്രിയങ്കരൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് അവസാനത്തെ വ്യക്തിയുടെ കണ്ണീരിനെ തുടച്ചു കേരളത്തിന് വേണ്ടി ആത്മഹത്യയില്ലാത്ത ഒരു ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ അനേക യൗവനക്കാർ പോലും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പോലും ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നു. പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ഇന്നലെ രാത്രിയിൽ നമ്മളൊരു കത്ത് വായിച്ചില്ലേ? അമ്മ മകൻ്റെ ഡയറി കുറിപ്പ് നോക്കിയപ്പോൾ അതിനകത്ത് അവൻ ആത്മഹത്യ ചെയ്യുന്നു. +2 പഠിക്കുന്ന ഒരു കുട്ടിയെ, കുടുംബഭാരോ 8 പിള്ളേരുടെ ഉത്തരവാദിത്വം ഒന്നും ഉള്ളവനല്ല, പിള്ളേരെ കെട്ടിച്ചു വിടാൻ വിഷമിക്കുന്ന കുട്ടി ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു വലിയൊരു $1 മില്യൺ ബിസിനസ്സിൻ്റെ ഉടമസ്ഥനൊന്നുമല്ല. കടം കയറിയിട്ട് അവൻ അങ്ങനെ ചെയ്യാം. ഇവൻ ഗെയിം കളിക്കുന്നവനാണ്. 1. 2, കഞ്ചാവിന് അടിമയാണ്, മറ്റു കൂട്ടുകെട്ടുകളുമായിട്ടുള്ള അടിമ. ടെൻഷൻ കയറിയിട്ട് ഇവൻ ഉറക്കം നഷ്ടപ്പെട്ട് അവസാനം അവനെടുത്ത തീരുമാനമാണ് ഇനി ജീവിക്കുന്നില്ല എന്ന്. അത് അവൻ്റെ ഡയറിയിൽ എഴുതി. താങ്ക് ഗോഡ്, ഇതുപോലുള്ള അമ്മമാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ മരണത്തിൻ്റെ വാതിലുകളിൽ എത്തിക്കുവാൻ പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ ഇല്ല, അവരെ തല്ലുകല്ല, പകരം യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിൽ നിന്ന് വിടുവിക്കുന്ന യേശു ഉണ്ടെന്നുള്ള ആ തിരിച്ചറിവിൽ അവർ ചെയ്തത്. പ്രേയിങ് കേരള രാവിലെ 6 മുതൽ 7 വരെ ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അവർ കരം TV-യിൽ വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്ത് കേൾക്കുന്നത് അങ്ങ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അതിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവനെ കൊണ്ട് തന്നെ ആ കുറിപ്പ് വലിച്ചു കീറി കളയിച്ചു. ഈ യേശു എത്ര നല്ലവനാ. ഇന്ന് പകൽ നമ്മുടെ അറിവിലോ അല്ലാതെയോ ഉള്ള വിദ്യാർത്ഥി സമൂഹം അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. അനർത്ഥത്തിൽ ആരും പെടരുത്. അപകടങ്ങളിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടണം. ഒരു ചതിവിലും ഒരു വ്യക്തിയും എത്തിച്ചേരരുത്. ഒരു പെൺകുഞ്ഞും ഒരു ആൺകുഞ്ഞും ഒരു യുവാവും ഒരു യുവതിയും ഒരു തരത്തിലുള്ള ചതിവിൽ എത്തിച്ചേരല്ല. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വിടുവിക്കത്തില്ലേ തങ്കച്ചായ? തീർച്ചയായിട്ടും കർത്താവ് വിടുവിക്കും. വിടുവിക്കുന്ന ഒരു കർത്താവാണ്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ്, മറുപടി നൽകുന്ന കർത്താവ്, പ്രവർത്തിക്കുന്ന കർത്താവ്. ഈ സന്ദർഭത്തിൽ ജോൺസ് ചായന് നമ്മുടെ കൂടെ ടെലഫോണിൽ ചേരുന്നുണ്ട്. ആ ടെലഫോൺ കണക്ട് ചെയ്തിട്ട്. ഹലോ ജോൺസ് ചായ. ജോൺസ് താങ്ക് യു. നമുക്ക് ഒന്നിച്ച് വിദ്യാർത്ഥിനികൾക്കായി പ്രാർത്ഥിക്കണം. ചിലരെങ്കിലും വലിയ വിഷമങ്ങൾ നേരിടുന്ന കുട്ടികളുണ്ട്. പഠിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കാതെ പോകുന്നു. പലർക്കും ഓർമ്മ നിൽക്കുന്നില്ല. അങ്ങനെ ഒത്തിരി ഇഷ്യൂസിലൂടെ യൗവന തലമുറ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹം കടന്നു പോകുന്നുണ്ട്. IELTS-നും OET മുതലായ ക്വാളിഫയിങ് എക്സാംസൊക്കെ പല പ്രാവശ്യം പരാജയപ്പെട്ട് അതൊക്കെ ചിലപ്പോൾ അരമാർഗിനൊക്കെ തോറ്റുപോയിരിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി വിഷമസന്ധികൾ നമുക്ക് പ്രേയിങ് കേരളയിൽ വരുന്നുണ്ട്. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് അതിന് എനിക്കൊന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് ടെലഫോൺ വന്നത്. അതാരോ എൻ്റെ നമ്പർ കൊടുത്തിട്ട് അത് വിളിച്ചത്. അപ്പോൾ അവർക്കിന്ന് ഒരു വാക്സിൻ എടുക്കണം. പക്ഷേ ആ വാക്സിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് ഭയങ്കര ടെൻഷനും ഒക്കെ ആയിട്ട് വളരെ വിഷമസന്ധിയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെ 100 കണക്കിന് രീതികളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ വിഷമിക്കുന്നുണ്ട്. ഈ രാവിലെ പ്രേയിങ് കേരള കുടുംബത്തിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. തങ്കച്ചായ നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ജോൺസ് ചായൻ വീട്ടിൽ നിന്ന് ടെലഫോണിലൂടെ വന്ന് പ്രാർത്ഥിക്കുന്നു. താങ്കൾ ആ ഭവനത്തിലിരുന്ന് അല്ലെങ്കിൽ ആശുപത്രിയിൽ ആ ഓഫീസിൽ നിന്ന് നമ്മുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കുന്നത് ഈ കുഞ്ഞിനെ കർത്താവ് വിടുവിച്ചുവെങ്കിൽ, ഈ +2 പഠിക്കുന്ന മകനെ യേശു വിടുവിച്ചതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, ഇത് അമ്മ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത് ഇവിടെ എൻ്റെ പക്കൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് നമുക്ക് വേണ്ടി നമുക്ക് ഇന്നിപ്പോൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കണം. ഓരോ വിദ്യാർത്ഥിയും അനുഗ്രഹിക്കണം. അവനെ കൊണ്ട് തന്നെ ദൈവം അത് വലിച്ചു കീറി കളയിച്ചു. അമ്മ കീറിയിരുന്നെങ്കിൽ ആ വീടുകൂടെ അവൻ കീറിയേനെയും. ഇത് അവൻ തന്നെ കീറിയപ്പോൾ ദൈവം അത് അവനെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ ആർക്കും ഒരു ദോഷവുമില്ല. അമ്മ താഴോട്ട് എഴുതിയിരിക്കുന്നത് അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുത്രനായി മാറി. ആഗ്രഹമില്ലേ നമ്മളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറാൻ? നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഈ കത്തിൻ്റെ ഇത്രയും ഭാഗം ഞാൻ
ചുമന്ന വരെ ഇട്ടിരിക്കുന്ന അമ്മയുടെ കത്ത്, അതിൻ്റെ ആ ഭാഗം അത് ഞങ്ങൾ സ്ക്രീനിലേക്ക് നൽകിത്തരാം. എന്തിന്? താങ്കളോട് ഓടി വന്ന് കൈവച്ചാട്ട്, ഓടി വന്ന് ആ സ്ക്രീനിലേക്ക് കൈവച്ച, ആ ടി വിയിലേക്ക്, ആ ഐപാഡിലേക്ക് കരം വെച്ചാട്ട്, ആ ഫോണിലേക്ക് കൈവച്ചാട്ട് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച 433 പേര് യൂട്യൂബിലൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. കമോ, നിങ്ങളുടെ ആ വിലപ്പെട്ട കരങ്ങൾ അതിൻ്റെ മേൽ വെച്ച് ഇതുപോലെ വിഷമിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിനെ എന്തു കാരണമാണെങ്കിലും ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ ജോൺസൺ ഞാൻ പ്രാർത്ഥിച്ചാട്ട്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവെ, അന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. സകല മുഖങ്ങളിൽ നിന്നും ഞാൻ കണ്ണുനീർ തുടക്കുമെന്ന്. ഞങ്ങളുടെ നിന്നുകളെല്ലാം അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുമെന്ന് ഞങ്ങൾ വാക്ക് തന്നിട്ടുണ്ട് കർത്താവെ. കർത്താവ്, ഞങ്ങളിപ്പോ കേട്ട സാക്ഷ്യത്തിലായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആ മകന് കൊടുത്ത നന്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും വരുന്ന പിശാചിന്റെ ശക്തി കർത്താവെ ആ മകന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങ് വാക്ക് തന്നിരിക്കുന്ന ആ ജീവൻ, സമൃദ്ധിയായ ജീവന്റെ ശക്തി കർത്താവെ മകളിൽ വ്യാപരിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്ത് കർത്താവെ. അനേക കുഞ്ഞുങ്ങൾ ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട് കർത്താവെ. അനേക മാതാപിതാക്കൾ അങ്ങനെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ട് കർത്താവെ. ഈ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ കുഞ്ഞുങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ നന്മ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് മാറട്ടെ കർത്താവെ. പ്രാർത്ഥിക്കുന്ന കർത്താവെ, നല്ല കുഞ്ഞുങ്ങളായിട്ട്, ദേശത്തിന് കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായിട്ട്, ഭവനത്തിന്റെയും ദേശത്തിന്റെയും കാവൽക്കാരായിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം മാറട്ടെ കർത്താവെ. പ്രാർത്ഥിക്കുന്ന കർത്താവെ, പഠിക്കാൻ ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണം, ഓർമ്മശക്തിയെ കൊടുക്കണം, മികവിന്റെ ആത്മാവിനാലൊക്കെ അവരെ നിറയ്ക്കണം കർത്താവെ. പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, തള്ളിക്കളഞ്ഞ കുഞ്ഞുങ്ങളെ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അനേകര് കർത്താവെ അവരെ തള്ളിക്കളഞ്ഞു കർത്താവെ. പഠിപ്പിക്കുന്ന ടീച്ചർമാർ തള്ളിക്കളഞ്ഞു, സ്വന്തം മാതാപിതാക്കൾ പോലും തള്ളിക്കളഞ്ഞവരുണ്ട് കർത്താവെ. ആര് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത യേശു ഉണ്ടല്ലോ കർത്താവെ. ഞങ്ങളെ യോഗ്യനും മാന്യനുമായി സ്നേഹിക്കുന്ന യേശു അവരുടെ കരങ്ങളിലേക്ക് എടുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവെ. അവരെ ഞങ്ങൾ അങ്ങയാൽ തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. We are passing through a very pivotal, very important time and season of the history of the entire universe. ഈ മുഴു പ്രപഞ്ചത്തിൻ്റെയും ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കടന്നു പോകുന്നത്. What enemy planned for our destruction can be turned around for our benefits. ശത്രു നമ്മുടെ നാശത്തിനു വേണ്ടി കെണി ഒരുക്കി വെച്ചതായ കെണി അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ അത് നമ്മുടെ നന്മയ്ക്കായിട്ട് മാറുവാൻ സാധിക്കും. That happened
in a time like this in the history, which is called the book of Esther. We read about it in that portions. നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്ന് പറയുന്നത് അന്ന് അവർ അനുഭവിച്ച അതേ വിഷയത്തിൽ കൂടെ കടന്നുപോയപ്പോൾ അവരുടെ നന്മയ്ക്കായി ഇത് മാറിയതാണ്. Things that can happen that can happen in our life or around us to take our life, our destiny being fulfilled on earth. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചതായ കാര്യങ്ങൾ ദൈവം വെച്ചിരിക്കുന്നതായ ആ മുഴുവൻ ആ ലക്ഷ്യത്തിലും നമുക്ക് എത്തിച്ചേരുവാനായിട്ടൊരു മുഖാന്തരമായി അത് മാറുകയാണ്. Instructions can come from any side of life. ജീവിതത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നാശം കടന്നു വരാം. But Bible gives us the key to overcome that situations of life. എന്നാൽ വചനം ആ സാഹചര്യങ്ങളെയൊക്കെ മറികടക്കുവാനുള്ളതായ താക്കോലുകൾ നമുക്ക് നൽകി തരുന്നു. Deuteronomy chapter 33 verse number 23 says, of O Naphtali, satisfied with favor and full of the blessing of the Lord. ആവർത്തന പുസ്തകം 33-23 വാക്യത്തിൽ നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി എന്ന് വായിക്കുന്നു. What are you carrying today? Are you carrying the blessings of the Lord? Amen. The favor of God in our lives? നാം എന്താ വഹിക്കുന്നത്? ആ ചോദ്യത്തിന് ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ. നമുക്ക് 80 വയസ്സായി കാണും, 90 വയസ്സായി കാണും, 18 വയസ്സായി കാണും, 12 വയസ്സായി കാണും, സ്ത്രീയാകാം, പുരുഷനാകാം. നമ്മൾ എന്താ വഹിക്കുന്നത്? Am I carrying the blessings of the Lord, the favor of God, or are we carrying the destructive measures of the enemy on our lives? നാം എന്താ വാസ്തവത്തിൽ അതേ വഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയത് when the Spirit of God scans somebody from a large group of people, he finds saying about Naphtali, he carries nothing else but the favor of God and the blessings of the Lord. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് അവിടെ ഉണ്ടായിരിക്കുമ്പോൾ ആ നഫ്താലിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം കർത്താവ് പറയുകയാണ്, നഫ്താലി അവൻ വഹിക്കുന്നത് മറ്റൊന്നുമല്ല, അവനിൽ ദൈവപ്രസാദമാണ് കുടികൊള്ളുന്നത്. We find the same aspect happening or being fulfilled in the book of Esther. The beginning chapters are opening with great favor, great blessings, great joy. But as we pass through the chapters, we find the scheme of the enemy to destroy a whole nation. ഇത് തന്നെയാണ് നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിലും കാണുന്നത്. പുസ്തകത്തിന്റെ തുടക്ക ഭാഗത്ത് നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം അല്ലെങ്കിൽ വലിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നിറഞ്ഞൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആ സമയത്താണ് പെട്ടെന്ന് ശത്രു ഒരുക്കിയതായ ദുഷ്ടൻ വെച്ചതായ ആ കണി നമുക്ക് കാണുവാൻ, നാശം കാണുവാൻ കഴിയുന്നത്. But towards the end of the book, we find the whole story turned for their betterment. എന്നാൽ ആ പുസ്തകം അവസാനിക്കുമ്പോഴേക്കും വീണ്ടും ദൈവത്തിന്റെ വലിയ പ്രസാദം പ്രാപിച്ച ഒരു വലിയ ജനതയെ നമുക്ക് കാണാൻ കഴിയുന്നു. I believe in those 10 chapters, what made the difference is the favor of God and the blessings of the Lord in the lives of couple of people. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും വ്യക്തികളുടെ ജീവിതത്തിൽ എന്താണ് അവരെ വാസ്തവത്തിൽ ദൈവപ്രസാദമുള്ളവരാക്കി മാറ്റിയത് എന്ന് നമുക്ക് എന്ത് വ്യത്യാസമാണ് വരുത്തിയെന്ന് നമുക്ക് നോക്കാം. അധ്യായങ്ങളിൽ 2 പേരിൽ പ്രധാനമായിട്ടും ദൈവത്തിന്റെ പ്രസാദം അവർ വഹിച്ചതാണ് ആ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തെ, മരണം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് രക്ഷ എന്ന ആ ഒരു അനുഗ്രഹം അവർ വഹിക്കുന്നവരായി മാറുവാനിടയായി. So it is written, O Naphtali, satisfied with favor and full of the blessings of the Lord. ഇവിടെ നമ്മൾ നഫ്താലിയെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്, നഫ്താലിയെ പ്രസാദം കൊണ്ട് നീ തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി നീ ദേശത്തെ കൈവശപ്പെടുത്തുക. There is global pandemic, destructions after destructions, devastations after devastations, deterioration after deterioration, and name anything, anywhere in the world. You have pain, agony, affliction, confusion, all kinds of oppression and deception around the world. But in the midst of all that, you and I can
grow and advance and reach where God wants us to reach, beloved. ഇപ്പോൾ കോവിഡ് മഹാമാരി അത് നിമിത്തമായിട്ട് അതിനെ നമുക്ക് എന്ത് പേരിലും വിളിക്കുവാൻ കഴിയും. കാരണം നാശമെന്നോ അല്ലെങ്കിൽ ശാപമെന്നോ ബുദ്ധിമുട്ടെന്നോ കണ്ണുനീരെന്നോ ഏതും വിളിക്കാം. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ ഒരു കൂട്ടം ജനം, ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ ആ വലിയ പ്രസാദം പ്രാപിച്ചവരായി ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാനുള്ള പ്രാപ്തിയോടുകൂടെ അവർ എഴുന്നേറ്റ് വരികയാണ്. Our planning abilities will not work here. Our credentials may not work at times. We need the credentials as well at the same time. Now, but none of those things will add to have an ability to advance in the midst of trials. ഇങ്ങനെയുള്ളതായ കഷ്ടതയുടെ സമയത്ത് അതിനെ അതിജീവിക്കുവാനോ അല്ലെങ്കിൽ അതിനെ മറികടക്കുവാനോ ഉള്ളതായ ഒരു കഴിവെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായി നമുക്ക് എന്തെല്ലാം മിടുക്കും കഴിവുമുള്ളവരാണെങ്കിലും ഒരിക്കൽ പോലും സാധ്യമല്ല. Bible says the favor of God and the blessings of the Lord. എന്നാൽ വചനം അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ പ്രസാദം അത് മാത്രമാണ്. So let's focus on the favor of God and the blessings of the Lord. Instead of that house, instead of that car, instead of that aeroplane, instead of that great job, instead of that 6-digit salary and income, let's focus on, Lord, fill me, Lord, with the favor of God and with the blessings of the Lord. കോവിഡ് പോലുള്ള മഹാമാരി അതിജീവിക്കുവാൻ മനുഷ്യന്റെ യാതൊരു പ്രാപ്തിക്കും അവന്റെ കഴിവിനും കഴിയാതിരിക്കുമ്പോൾ ഇന്ന് നാം നമ്മുടെ അതേ വസ്തുവകകളിലോ നമ്മുടെ കാറിലോ നമ്മുടെ എയർപ്ലെയിനിലോ അല്ലെങ്കിൽ ആറക്ക ശമ്പളത്തിലോ ഒന്നുമല്ല നമ്മുടെ ശ്രദ്ധ ഊന്നേണ്ടത്. മറിച്ച് അതിനെല്ലാം അതിജീവിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രസാദം അതിലൊന്നു മാത്രം ആയിരിക്കട്ടെ നമ്മുടെ ഏക ചിന്തയും ശ്രദ്ധയും. Praying Kerala Worldwide family desire something that God wants us to desire. ഇന്ന് പ്രേയിങ് കേരള കുടുംബാംഗങ്ങളായ നമ്മൾ ആ ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെ ആഗ്രഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ. As individually and corporately, let's desire, let's live, let's ask God, Lord, fill me with the favor of God. Fill me, Lord, with your blessings, Lord, that I will advance amidst all turbulences of life. ഇന്ന് പ്രേയിങ് കേരള കുടുംബാംഗങ്ങളായ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. വ്യക്തിപരമായും സമൂഹമായിട്ടും ദൈവമേ ഈ ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നു വരുന്ന എല്ലാ വൈഷമ്യങ്ങളെയും അതെ മറികടക്കുവാൻ ആവശ്യമായ അതിനെ ജയിക്കുവാൻ ആവശ്യമായ വലിയ ദൈവകൃപ ആ വലിയ ദൈവപ്രസാദം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Yes, I am going to pray for my children that they should be full of the favor of God and with the blessings of the Lord. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എൻ്റെ മക്കൾ എല്ലാവരും തന്നെ യഹോവയുടെ പ്രസാദത്താൽ നിറയപ്പെട്ടവരായി അവർ ഇന്ന് പകൽ മാറണം. I'm going to pray that my husband will be full of the favor of God and the blessings of the Lord. എൻ്റെ ഭർത്താവിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവികമായ ആ വലിയ പ്രസാദവും ലഭിക്കപ്പെടുവാൻ നിറയപ്പെടുവാൻ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. I'm going to pray that God will fill my wife with the favor of God and the blessings of the Lord. നിങ്ങളിൽ എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും എൻ്റെ ഭാര്യയുടെ മേൽ ദൈവത്തിന്റെ പ്രസാദവും ദൈവത്തിന്റെ അനുഗ്രഹത്താലും ആ നിറയപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന്. I'm going to pray for my neighbors, my people in my state, people in my nation and the nations around the world, that everyone individually and corporately be full of the favor of God and the blessings of the Lord. നമ്മിൽ എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ അയൽവാസികളിലും ഞാൻ പാർക്കുന്ന ദേശത്തും എൻ്റെ സംസ്ഥാനത്തും എൻ്റെ രാജ്യത്തും ലോകം മുഴുവനും യഹോവയുടെ പ്രസാദത്താൽ നിറയപ്പെട്ട് ദൈവാനുഗ്രഹമുള്ളവരായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Why? Because the scheme of the enemy never intends one person. Book of Esther teaches the whole nation. ശത്രുവിന്റെ അല്ലെങ്കിൽ എസ്തറിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ വിഷയം ഒരിക്കലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല, മറിച്ച് ആ മുഴു സമൂഹത്തെയും ഉദ്ദേശിച്ചായിരുന്നു. I will be killed today. Tomorrow somebody else. Amen. ഇന്ന് ഒരു പക്ഷേ എനിക്ക് നേരെയായിരിക്കാം, എന്നാൽ നാളെ മറ്റൊരാളുടെ മേലായിരിക്കാം ശത്രുവിന്റെ ആ പദ്ധതികൾ. But whatever be, I am going to stand in the gap, asking for the favor of God, the blessings of the Lord over everyone under the sky, Lord. എന്നാൽ ഇന്ന് ആരുടെ മേലും ആയിക്കൊള്ളട്ടെ, ആകാശത്തിന് കീഴിലുള്ള സകലരുടെ മേലും യഹോവയുടെ അനുഗ്രഹവും ദൈവത്തിന്റെ പ്രസാദവും ഓരോരുത്തരിലും ഉണ്ടാകുവാൻ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. It is for me, it is for you, beloved.
ആമേൻ. പ്രിയരെ, ഇന്ന് നാം പ്രാർത്ഥിച്ചാൽ അത് നമുക്കും മറ്റുള്ളവർക്കുമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. Yes, let's pray together. Lord Jesus, fill me, my family members, my state, my nation, and the nations around the world with the favor of the Lord and with the blessings of the Lord. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വാതുറന്നൊന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് അങ്ങയുടെ പ്രസാദവും അങ്ങയുടെ അനുഗ്രഹത്താലും ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ അയൽവാസികളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നിറയ്ക്കണമേ. ആരാധന യേശുവിനാ Fill me with the favor and with your blessings, O Lord. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മേൽ നിന്റെ പ്രസാദവും അങ്ങയുടെ അനുഗ്രഹത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. Lord, I want your blessings to be on my life, Lord. എന്റെ ജീവിതത്തിന്മേൽ അങ്ങയുടെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. Bless me, O God. എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ യേശുവേ. Make me a blessing to others, Lord. മറ്റുള്ളവർക്ക് എന്നെ ഒരു അനുഗ്രഹമാക്കി അങ്ങ് മാറ്റണമേ. Lord, fill me with the favor of God. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ അവിടുത്തെ ആ പ്രസാദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. If Naphtali could carry the favor of God and the blessings of the Lord, fill me, Lord, with your blessings and with your favor, O God. നഫ്താലി അവിടുത്തെ പ്രസാദവും അവിടുത്തെ അനുഗ്രഹത്താലും അവൻ അത് നിറയപ്പെട്ടു അത് വഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതുപോലെ തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, പങ്കെടുക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ വാർഡുകളെ കർത്താവെ, ഞങ്ങളുടെ പഞ്ചായത്തുകളെ കർത്താവെ, ഞങ്ങളുടെ ജില്ലയെ കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനങ്ങളെ കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ ഓരോ രാജ്യങ്ങളെയും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും കർത്താവെ അവിടുത്തെ പ്രസാദത്താൽ നിറയ്ക്കണം കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രായമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അതുപോലെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാല്യക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. നവജാത ശിശുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും കർത്താവ് അവിടുത്തെ പ്രസാദം അവിടുത്തെ അനുഗ്രഹം ഉണ്ടായി എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണം. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന മംഗളയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിനാ ആരാധന 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 യേശുവിനാ ആരാധന യേശുവിനാ ആരാധന 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 യേശുവിനാ ആരാധന. ഹസ്ബൻഡിന്റെ ഒരു വരുമാനം കൊണ്ടാണ് വീട് ഓടുന്നത് സാറേ. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഈ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരും. അപ്പോൾ ഇതേ തുടർന്ന് മരുന്ന് കഴിക്കുന്നുണ്ട്. എങ്കിലും ജോലി സ്ഥലത്ത് വെച്ച് ഇത് വരാം, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് അങ്ങനെ സംഭവിക്കുക. എവിടെ വെച്ചാൽ ഫിറ്റ്സ് വരാൻ പോകുന്നത് നമുക്ക് അറിയത്തുമില്ലല്ലോ. എന്താണെങ്കിലും കൊള്ള ഇതിങ്ങനെ മരുന്നും ഫിറ്റ്സും പ്രയാസവും ഈ ദുരിതവുമായിട്ട് ഇങ്ങനെ തുടർന്ന് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പ്രൈൻകളെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു ഉണ്ട് എന്ന് ഇവരോട് ആരോ പറഞ്ഞു കൊടുത്തു. ആ ആരാണോ അവർക്ക് കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങൾ, താങ്ക് യു. ഒരു വലിയ കാര്യമാണ് ചെയ്തു കൊടുത്തത്. അതിൻ്റെ പ്രയോജനം നോക്കൂ. ഇവർ പ്രൈൻകളിലേക്ക് വിളിച്ച് ഈ വിഷയം അറിയിച്ചു. കഴിഞ്ഞ 6 മാസത്തിന് മുൻപാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥനാ വിഷയം വന്നു കഴിയുമ്പോൾ സാറ് സംഭവിക്കുന്നത്, നമ്മൾ ആ പ്രാർത്ഥനാ വിഷയം ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട്, ഈ പേപ്പറിന് പ്രത്യേക സ്ഥിതികളൊന്നുമില്ല, ഇവിടുത്തെ ഞങ്ങൾക്കറിയാവുന്ന ഒരു പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യുന്ന ഒരു പേപ്പർ മാത്രമേ ആകുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ എഴുതി വെക്കുന്നു, ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ 6 മാസങ്ങളായി എന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചറിയിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതുവരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടേ ഇല്ല. ജോലി സ്ഥലത്തുണ്ടാകുന്നില്ല,
വീട്ടിൽ വെച്ചുണ്ടാകുന്നില്ല. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം. ഇനി ഈ മരുന്ന് അത് ചോദിച്ചില്ല, ഫിറ്റ്സ് മാറാനേ ചോദിച്ചുള്ളൂ. കർത്താവ് ആ കിഡ്നിയെ ബാധിച്ചിരുന്ന ആ ഇൻഫെക്ഷന് കർത്താവ് സൗഖ്യമാക്കി കൊടുത്തു. ഈ യേശു എത്ര നല്ലവൻ, മതിയായവൻ. ഇത് കോടതിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അതിന് പണമടയ്ക്കണമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ഈ വിഷയം പ്രേയിങ് കേരളയിലേക്ക് വാട്സാപ്പിലൂടെ 13/2/2021 അദ്ദേഹം ഒരു മെസ്സേജ് അറിയിച്ചു. ഒന്നും സംഭവിച്ചില്ല. വീണ്ടും 14/2/2021 വാട്സാപ്പിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് അറിയിച്ചു. എൻ്റെ പ്രശ്നം ഇങ്ങനെയാണ്, ഇതിനു വേണ്ടി കോടതിയിൽ അടയ്ക്കാൻ പണമില്ല, അടച്ചേ പറ്റുകയുള്ളൂ തന്നെ. ഇനി 15-ാം തീയതി രാവിലെ ആയപ്പോഴും ഒരു മറുപടിയില്ല. പക്ഷെ 15-ാം തീയതി രാവിലെ വീണ്ടും അദ്ദേഹം ചെയ്തത് പ്രേയിങ് കേരളയിലേക്ക് ആ പ്രാർത്ഥന വിഷയം അറിയിച്ചു. ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, അല്ലേ? ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ മറുപടി കിട്ടിയെന്ന് വരത്തില്ല, പക്ഷെ എന്തെങ്കിലും പ്രാർത്ഥിക്കുക. ഇവർ ഇത് 13, 14, 15, 15-ാം തീയതി രാവിലെ പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ആ വിഷയമൊക്കെ അറിയിച്ചതിന് ശേഷം പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോടതി പോയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിഷയത്തിന് മുമ്പിലാണ് അവരായിരിക്കുന്നത്. വലിയൊരു തുക അവർക്ക് കയ്യിൽ വേണം താനും. എന്താണെങ്കിലും കൊള്ളാം, 15-ാം തീയതി രാവിലെ കോടതി പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരു സുഹൃത്ത്, അത്ര അടുത്ത സുഹൃത്തൊന്നുമല്ല, അദ്ദേഹം വിളിച്ചിട്ട് പറയുക, വീട്ടിൽ വന്ന കോടതിയിൽ അടയ്ക്കാനുള്ള മുഴുവൻ പണവും തരാമെന്ന്. ഈ യേശു എത്ര നല്ലവനെന്ന് സാറേ. കർത്താവിൻ്റെ വഴികൾ നോക്കിക്കുക. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഇത് അറിയിച്ചിരിക്കുന്നത് എന്നാണെന്നറിയാം. 22/2/2021 ഈ വിവരം നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇന്ന് സാമ്പത്തികമായിട്ട് ആവശ്യങ്ങളിൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ഫെബ്രുവരി മാസം അവസാന ആഴ്ചയിലേക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞു. ഒരുപാട് പേയ്മെൻറ്റുകൾ കൊടുത്തു തീർക്കാനുള്ളവരുണ്ട്. മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി പണം കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ ആഴ്ചയിൽ കൊടുക്കേണ്ടത് അവർക്ക്, പക്ഷേ ആ പണം ഇന്നലെ ഇവിടെ വിളിച്ച ഒരു ടെലിഫോണിലും അവർക്ക് ആ പണമായിട്ടില്ല. നോക്കൂ, 13-ാം തീയതി പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. 14-ാം തീയതി പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല നമ്മുടെ കൺമുമ്പാകെ. ബട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിലും ദൈവം തൻ്റെ പ്രവൃത്തിയെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ, പക്ഷേ അടുത്ത സുഹൃത്തല്ല. അടുത്ത സുഹൃത്തുക്കൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കാറുണ്ട്. പക്ഷേ ഇത് അത്ര അടുത്ത സുഹൃത്തൊന്നുമല്ല. 15-ാം തീയതി രാവിലെ അങ്ങോട്ട് വിളിച്ചിട്ട് പറയുക, വീട്ടിൽ വന്നാൽ ആ പണം തരാം. ഇത് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് യേശുവെങ്കിൽ, സാർ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഞാൻ ഇദ്ദേഹത്തെ കണ്ടില്ല, അദ്ദേഹം ഇവിടെ വന്നില്ല, ഞാൻ അവിടെ പോയില്ല, യേശു അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു എങ്കിൽ ഇതിപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സാമ്പത്തിക ആവശ്യങ്ങളെ കർത്താവ് നിറവേറ്റത്തില്ലേ സാറേ? തീർച്ചയായിട്ടും. എങ്കിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. വലിയ അത്യാവശ്യങ്ങളുടെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വിഷയങ്ങൾ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്ന ഈ 3 ദിവസത്തെ വിഷയങ്ങളുടെ അകത്തും ഇതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മുമ്പിലായിരിക്കുന്നവരുടെ വിവരങ്ങളോടെ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ, അവിടുന്ന് എത്ര നല്ലവൻ, അവിടുന്ന് എത്ര നല്ലവൻ. കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, അവിടുന്ന് അതിശയങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ദൈവമായിരിക്കാൻ കർത്താവെ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത്. കർത്താവെ, അങ്ങയിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാൽ കർത്താവെ ഓരോരുത്തരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പത്തുണ്ടാക്കാനുള്ള ബലം അവർക്ക് കൊടുക്കണം കർത്താവെ. അങ്ങയുടെ പ്രസാദത്താൽ അവർ നിറയപ്പെടട്ടെ, അങ്ങയുടെ അനുഗ്രഹത്താൽ അവർ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് കർത്താവെ സാമ്പത്തികമായി കൊടുക്കൽ വാങ്ങൽ നടത്തേണ്ടവരുണ്ടല്ലോ കർത്താവെ, സ്വർഗം അവർക്ക് വേണ്ടി തുറന്നാട്ട് അത്ഭുതങ്ങൾ അവരുടെ വിഷയത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിലെ ഫീസ് അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാതെ കർത്താവെ വിലപിക്കുന്നവരുണ്ട് കർത്താവെ, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുവാൻ സാധ്യതയില്ലാതിരിക്കുന്നവരുണ്ട് കർത്താവെ, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ ലോണുകളെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവരുണ്ട് കർത്താവെ, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതിശയകരമായ വാതിലുകളും വഴികളും അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വചനം പറയുന്ന പോലെ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നുള്ള ആ വചനത്തെ ഞങ്ങൾ അയക്കുന്ന കർത്താവെ. ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി മാറട്ടെ കർത്താവെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ കർത്താവെ. പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, സമ്പൽ സമൃദ്ധിയുള്ള രാജ്യമായി ഞങ്ങളുടെ രാജ്യം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയെയും ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സാറ് തങ്കച്ചായ, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ഒന്നാമത്തെ ദിവസം മുതൽ പ്രേയിങ് കേരളയിലേക്ക് വിളിച്ച വ്യക്തികളുടെ വിവരങ്ങളും അതോടൊപ്പം അവർക്ക് വേണ്ടി യേശു ചെയ്ത
അത്ഭുതകരമായ പ്രവൃത്തികളുടെയും വിവരങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഈ ഓൾട്ടറിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രൈം കേരളയിൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ സന്തോഷം ഈ ഓൾട്ടറിലേക്ക് വരുന്നതാ. യേശുവേ, നീ എത്ര നല്ലവൻ. ഈ ജനലക്ഷങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ചെറിയ പ്രാർത്ഥനയെ, 1-2 വാക്കിലുള്ള പ്രാർത്ഥനയെ യേശു മാനിച്ച് അവർക്ക് മറുപടി കൊടുക്കുമ്പോൾ എത്ര 1000 ആളുകൾ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നു, എത്ര ലക്ഷം കുട്ടികൾ, യൗവനക്കാർ അനുഗ്രഹിക്കപ്പെട്ടു, വിദേശ രാജ്യങ്ങളിൽ ജോലി തേടിയവരുണ്ട്, അവിടെ ദൈവം അനുഗ്രഹിച്ചു. എത്ര മാതാപിതാക്കൾ സന്തോഷിക്കുന്നു, കിടക്കയിലായിരുന്നവർ എഴുന്നേറ്റ് നടക്കുന്നു. ഈ പകൽ ഈ യേശു എത്ര നല്ലവൻ അല്ലേ തങ്കച്ചായ? 2013 ഫെബ്രുവരി 1-ാം തീയതി മുതൽ ഇന്ന് 2552 ദിവസമാകുമ്പോൾ 18 ലക്ഷത്തിന് മുകളിൽ വ്യക്തികളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് ഓരോന്നും നോക്കുമ്പോൾ തന്നെ വെന്റിലേറ്ററിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിച്ചു. ആ സാഹചര്യത്തിൽ ജീവനോടെ കൊണ്ടുപോയ സാഹചര്യമുള്ള പ്രാർത്ഥനാ വിഷയങ്ങളും അതിന്റെ മറുപടികളും ഇവിടെ ഇരിക്കുന്നത്. ഡെഡ് ബോഡി കൊണ്ടുപോകാൻ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. അതെനിക്കൊന്ന് ബ്രെയിൻ കേരള തുടങ്ങി 2ാമത്തെ വർഷത്തിലോ മറ്റോ അങ്ങനെ സംഭവിച്ചത്. ആംബുലൻസ് ബുക്ക് ചെയ്തു ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. പക്ഷേ കർത്താവ് അതിനല്ല സാധിപ്പിച്ചത്. മരിക്കത്തില്ലെന്നോ മരണം ഉണ്ടാകത്തില്ലെന്നോ ഒന്നുമല്ല നമ്മൾ ബ്രെയിൻ കേരളയിലൂടെ ഞങ്ങൾ അറിയിക്കുന്നത്. ദൈവ തിരുവഴുത്തിൽ വായിക്കുന്നത്, കൂരിരുൾ താഴ്വരയിലൂടെ കടന്നാലും, അപ്പോൾ കൂരിരുൾ താഴ്വര വരാം, രോഗം വരാം, പ്രയാസങ്ങൾ വരാം, വെല്ലുവിളികൾ വരാം, പക്ഷെ അതിൻ്റെ നടുവിലും നമ്മെ പരിപാലിക്കുന്ന അത്യുന്നതനായ യേശു. നമുക്കൊന്നിച്ചൊന്ന് ഉറക്കെ പറയാം, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകി തരുന്ന കർത്താവ്. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇത് അടുക്കി വെക്കുവാൻ സ്ഥലമില്ലാതെ നമ്മൾ വിഷമിക്കുന്നുണ്ട്. ഈ വരുന്ന വ്യക്തികളുടെ കോളുകൾ എടുക്കാൻ പറ്റാതെ, ആളുകൾ തീരെ ഇല്ലാതെ പ്രൈം കേരള വിഷമിച്ചു കൊണ്ടിരിക്കുക. പ്രൈം കേരളയിലേക്ക് വിളിക്കുമ്പോൾ അഥവാ ലഭിക്കുന്നില്ല എങ്കിൽ കാത്തു നിൽക്കരുത്. ഏതെങ്കിലും ഒരു ഇതേ ചാനലിൽ തന്നെ എത്രയോ സഹോദരങ്ങൾ, ശുശ്രൂഷകർ നമ്മുടെ കൂടെയുണ്ട്, പ്രാർത്ഥനയിൽ സഹായിക്കാനുണ്ട്. അവരെ വിളിക്കുക, പ്രാർത്ഥിക്കുക, ആ വിടുതൽ അനുഭവിക്കുക, ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുക. അതുമാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തിയുടെ മേലും വിഷയത്തിന് മറുപടി ഉണ്ടാകണം. ഒന്ന്, ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് 629 പേര് ഈ സന്ദർഭത്തിൽ യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. തങ്കച്ചായ, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇന്ന് വിവാഹം നടക്കുന്നുണ്ട് കർത്താവേ. ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ഓപ്പറേഷൻ വിധേയരാകുന്നില്ല, പല ടെസ്റ്റുകൾക്ക് പോകുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യാത്ര പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, എക്സാം എഴുതുന്ന മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂ പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കർത്താവേ, ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ കരങ്ങളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി കൊടുക്കുന്നതിന് കർത്താവേ സകല മേഖലയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവ്, ഈ ആട്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുടെ രാജ്യങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. റെയിൻ കേരള കുടുംബത്തിൽ നമ്മൾ എല്ലാ ദിവസവും എണ്ണയും വെള്ളവും എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ദൈവ തിരുവെഴുത്ത് നമുക്ക് തരുന്ന ഉറപ്പ്, നിങ്ങൾ രോഗികൾ ആകുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ രോഗിക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ ഈ മാധ്യമത്തിലൂടെ നമ്മൾ ഓരോ വ്യക്തിയുടെയും അടുത്ത് നിൽക്കുക. അതാണ് പ്രൈം കേരളയിൽ നമുക്ക് കർത്താവ് തന്ന ഭാഗ്യവും അനുഗ്രഹവും. താങ്കളുടെ കൂടെ നിൽക്കുവാൻ സാധിക്കുന്നു, നമ്മളുടെ കൂടെ നിൽക്കുവാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. യേശുവിൽ അർപ്പിച്ച വിശ്വാസം നമുക്ക് ബോധ്യമാകേണ്ടതിനുള്ള അടയാളമായി ആ പദാർത്ഥങ്ങളുടെ മേൽ, ആ പാസ്പോർട്ടിന് മേൽ, റെസ്യൂമയുടെ മേൽ, ആ ഡോക്യുമെൻറ്റുകളുടെ മീതെയൊക്കെ കരങ്ങൾ വച്ച് ഒന്നിച്ചെന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അത്ഭുത സൗഖ്യവും വിടുതലും അനുഭവിക്കാൻ പറ്റും. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ കർത്താവെ, വിശ്വാസത്തിന്റെ അടയാളമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ എണ്ണയുടെ മേൽ, വെള്ളത്തിന് മേൽ, ഡോക്യുമെന്റിന് മേൽ, പാസ്ബുക്കിന് മേൽ, പാസ്പോർട്ടിന് മേൽ, ആ പഠന ഉപകരണങ്ങളുടെ മേൽ കർത്താവെ ഞങ്ങൾ കരംവെച്ച വിശ്വാസത്തോടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്താൽ കർത്താവെ അങ്ങ് ഞങ്ങളെ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വിടുവിക്കുന്ന സാന്നിധ്യം ഇപ്പോൾ ഓരോരുത്തരും വ്യാപരിക്കട്ടെ. ആ എണ്ണ പുരട്ടുന്ന ഓരോ വ്യക്തികളും ശിരസ് മുതൽ പാദം വരെ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ സൗഖ്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ആ വെള്ളം കുടിക്കുന്നവർ, ആ വെള്ളം വസ്തുക്കൾ കർത്താവെ, കൃഷിയിടങ്ങളൊക്കെ തളിക്കുന്നവരുണ്ട് കർത്താവെ, വിടുതൽ ഇപ്പോൾ അവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ബന്ധനങ്ങളിൽ നിന്ന് അങ്ങ് പുറത്ത് കൊണ്ടുവന്നാട്ട് കർത്താവെ, പ്രത്യേകിച്ച് പാസ്പോർട്ടിന്മേൽ, പാസ്ബുക്കിന്മേൽ ഒക്കെ കരം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ. കർത്താവെ, സാമ്പത്തികമായ ഉറവുകളെ അങ്ങ് തുറന്നു കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആ പഠനോപകരണങ്ങളിൽ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, പരിധിയില്ലാത്ത ജ്ഞാനത്താൽ ആ കുഞ്ഞുങ്ങൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തങ്കച്ചായ ഗ്രാൻഡ് ഫാദറിന് സ്ട്രോക്ക് വന്ന് 24 മണി
കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചപ്പോഴാണ് പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചു. മുത്തച്ഛന് പൂർണ്ണ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. ഡോക്ടേഴ്സ് തന്നെ അതിശയിച്ചിരിക്കുന്നു. പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു, ആ യേശുവിനെ മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയട്ടെ. യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥന എപ്പോൾ വേണമെങ്കിലും ലഭ്യമാണ്. ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസുമുള്ള എല്ലാവർക്കും ആളുകളുടെ കുറവ് കൊണ്ട് കോൾ എല്ലാം എടുക്കാൻ പറ്റാതെ പോയതുകൊണ്ടും നമ്മൾ പലരുടെയും പേര് വിവരങ്ങൾ ഞങ്ങൾക്ക് എടുത്തു പറയുവാൻ ഉള്ള സാഹചര്യം ഇവിടെ ഇല്ല. ഞങ്ങൾ പേരുകൾ പറഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാവർക്കും ദൈവം ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. മകളുടെ ബർത്ത്ഡേ ആണ്. ഇത് ആനിയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ ചിലവിൻ്റെ ഒരു ഭാഗം അവർ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അറിയിച്ചിരിക്കുന്ന ബ്രദറിന്റെ വൈഫിന്റെ 51ാമത് ബർത്ത്ഡേ ആണ്. മകൻ ആഷറിന്റെ 4ാമത്തെ ബർത്ത്ഡേ ആണ്. മണിയാണ്ട് തിരുവല്ല എന്ന കൊച്ചുമകൻ ആരോന്റെ 8ാമത്തെ ബർത്ത്ഡേ ആണ്. മകൾ റിജിന്റെ 42ാമത്തെ ബർത്ത്ഡേ ആണ്. മാത്യു സാറെ വിളിച്ച് പറഞ്ഞിരിക്കുന്ന മോൾ ഗ്രീഷ്മയുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. പ്രാർത്ഥിക്കണം. തങ്കച്ച എല്ലാവരെയും അനുഗ്രഹിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയ മകൾ മെറിൻ ജിനുവിന്റെ 2nd വെഡിങ് ആനിവേഴ്സറിയാ. തങ്കച്ചായൻ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം കാത്തു പരിപാലിച്ച് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പുതിയൊരു വർഷത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവരവരായിരിക്കുന്ന മേഖല അവർ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Father God, we bring your blessings over everyone. We bring your healing virtue over everyone. As I bless everyone, let everyone be blessed in Jesus' name all the days of our lives, Father. ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ദൈവത്തിന്റെ ഫേവറും അനുഗ്രഹവും വഹിക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിന് നന്ദി. രോഗികൾ സൗഖ്യമാകട്ടെ, കണ്ണുനീർ തുടയ്ക്കും യേശുവിൻ നാമത്തിൽ പിതാവേ. Beloved, you are born to be a winner always in Jesus. എന്നും യേശുവിൽ വിജയാളിയാകുവാൻ താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. Have a great day with Jesus. ചേർന്ന് പാടുമ്പോൾ യേശുവേ